നിപ സംശയം കൂടി വരുന്നു. ഫറൂഖ് സ്വദേശിയായ 40-കാരനെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയുള്ള രോഗിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം നാളെ ലഭിക്കും. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, ആ പൂർവ്വകാലങ്ങളെയൊക്കെ വളരെ ശക്തമായി നാം അതിജീവിച്ചതാണ്. എന്റെ സുഹൃത്തുക്കളെ, ശക്തമായി നമ്മൾ അതിജീവിച്ചതാണ് എന്ന് പറയുന്നൊരു വാർത്ത കൊടുക്കുന്നുണ്ട്. നിപ എന്ന് പറയുന്നൊരു വൈറസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിനെ നന്നായിട്ട് ഓർമ്മിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി എന്നതും നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ ശൈലജ ടീച്ചറെയാണ് കൊണ്ടുവരുന്നത്. ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന പൂർവ്വകാലത്തെ ആ ഒരു മന്ത്രിയെ മാത്രമാണ്. കാരണം ആ ഒരു അസുഖത്തെ അത്രയും കൃത്യമായിട്ട്, വ്യക്തമായിട്ട്, ശാസ്ത്രീയമായിട്ട് ടാക്കിൾ ചെയ്ത ഒരേ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുവാടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ കെ മുരളീധരൻ. അദ്ദേഹത്തിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവരേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള കണ്ടെത്തലൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കേണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഞാനിവിടെ ആരോഗ്യമന്ത്രിയായിട്ട് ഈ ഒരു വീഡിയോയിൽ മുഴുവൻ കാണിക്കാൻ പോകുന്നത് ശൈലജ ടീച്ചറെ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ സംശയം അത് തീർത്തു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇതാ, കണ്ടേക്കൂ. അതാണ് പണ്ട് കാലത്ത് എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിന്റെ കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. കോഴിക്കോട്ട് ഒരാൾക്ക് നിപ സ്ഥിരീകരിച്ചു. സുഹൃത്തുക്കളെ, അപ്പോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ അല്ലെ? പണ്ട് നമ്മുടെ കേരളത്തിൽ നിപ 8 വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് കേട്ടോ. പിന്നീട് ഈ നിപ 4 വർഷത്തോളം 4 തവണ നമ്മുടെ കേരളത്തിലെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു. പക്ഷേ 4ാമത്തെ തവണ ആകുമ്പോഴേക്കും അതിനെ ഏറ്റവും നിർവീര്യമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം അത്രത്തോളം മുന്നേറി എന്നുള്ളതാണ്. ശരി, ഈ നിപ എന്ന് പറയുന്ന ആ ഒരു അസുഖം നമ്മുടെ കേരളക്കരയെ, കോഴിക്കോടിനെ പിടിച്ചു കുലുക്കിയ സമയത്ത് ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വർത്തമാനങ്ങൾ അന്ന് അദ്ദേഹം സഭയിലുണ്ട്. അന്നത്തെ അദ്ദേഹത്തിന്റെ വർത്തമാനം നിങ്ങൾ കേൾക്കുന്നത്. അദ്ദേഹം ഇന്ന് ആരോഗ്യമന്ത്രിയാണ്. ഇപ്പോൾ ഇത് അഭിപ്രായം തന്നെയാണോ ആരോഗ്യമന്ത്രിക്ക് ഉള്ളത്? എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ ഇങ്ങനെ കേൾക്കാത്ത അസുഖങ്ങളൊക്കെ വരും, ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല, വിഷു ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്നീ വിശ്വാസപരമായിട്ടുള്ള, ശാസ്ത്രീയപരമല്ലാത്ത, നമ്മുടെ ജീവിതത്തെ ഒന്നും അങ്ങനെ നേരിട്ട് ബാധിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കലായിരുന്നു അന്ന് കെ മുരളീധരൻ ചെയ്തിരുന്നത്. അങ്ങനത്തെ അവഹേളനമല്ല ഈ സമയത്ത് വേണ്ടത്. ഏത് സമയത്തും നോക്കൂ, ഇപ്പൊ വീണ്ടും നിപ വന്നിട്ടുണ്ട്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന അന്നത്തെ ആ ഒരു ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവഹേളനം ഇവരാരെങ്കിലും കേൾക്കേണ്ടി വരുമോ എന്നുകൂടി നിങ്ങൾ ഇപ്പൊ അന്വേഷിക്കണം. അത് പരിശോധിക്കപ്പെടണമെന്നേ. കാരണം നിങ്ങൾ പലതും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ മറക്കരുത്. കാരണം ഇപ്പോൾ നോക്കൂ, ഒരു ബൂമറാങ്ക് പോലെ ആരാണ് അവഹേളിച്ചത് അവരുടെ തലയ്ക്ക് തന്നെയാണത് വരുന്നത്. ഇവരെന്താ വിചാരിച്ചേ വർഷം കഴിയും തോറും ഇത്ര അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നോ? ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ രൂപത്തിലായിരിക്കും ഇത്തരം വൈറസുകളൊക്കെ വരിക, ശക്തി പ്രാപിച്ചു വരിക. അതിനെ നേരിടാൻ ഞാൻ ഇപ്പോഴേ പറയുന്നത്, ആരോഗ്യമന്ത്രിക്ക് ഇപ്പം ചെയ്യേണ്ടത് നേരെ ശൈലജ ടീച്ചറുടെ ആ ഒരു ഫോർമാറ്റ് എങ്ങനെയായിരുന്നു അത് നോക്കി പഠിക്കണം. നേരെ ശൈലജ ടീച്ചറെ വീട്ടിലേക്ക് ചെല്ലണം. ടീച്ചറെ, എന്റെ പൊന്നു ടീച്ചറെ, ഇതെങ്ങനെ ഇതൊന്ന് ടാക്കിൾ ചെയ്യുക, നിങ്ങൾ ചെയ്ത രീതി എന്തായിരുന്നു? ഇനി അതൊന്നും വേണ്ടെന്നേ. അന്ന് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്നത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനുണ്ടാക്കിയിരുന്നു. ആ ടീമുകളൊന്നും ഇപ്പൊ പുറത്തു പോയിട്ടുണ്ടാവില്ല. അവർക്ക് ഇപ്പോഴും ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അവരൊന്ന് മീറ്റ് ചെയ്താൽ മതി. അവർക്ക് ഇത് കൃത്യമായിട്ടും കൈകാര്യം ചെയ്യാൻ അറിയാം. ഈ അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അവർക്ക് കൃത്യമായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ശൈലജ ടീച്ചറെ നേരിട്ടിട്ട് എന്താണ് ഇതിൽ ചെയ്യേണ്ടത്. എന്തായാലും കെ മുരളീധരൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഇത് വെറും വവ്വാല് വരുത്തുന്ന അസുഖമാണ്. അതെന്താ കരുണാകരന്റെ കാലഘട്ടത്തിൽ ഉണ്ടായില്ലേ? ആരുടെ കാലഘട്ടത്തിൽ എന്താ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ മാത്രം എന്താ അസുഖം ഈ വവ്വാലുകൾ പരത്തുന്നത് എന്നീ പറഞ്ഞിട്ടുള്ള ഫണ്ണി ആൻഡ് ഇഡിയോമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപക്ഷെ അവർക്ക് ചോദിക്കാൻ സാധിക്കും. സോറി, നോട്ട് ഇഡിയോമാറ്റിക്, ഇഡിയറ്റ് എന്താ പറയുക, ഇഡിയറ്റ് എന്ന് പറയുക ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപക്ഷെ ഇവർക്ക് ചോദിക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇടതുപക്ഷത്തെ ഒരാൾ പോലും ഈ അസുഖം വന്നതിനെ
കാരണമായിട്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ അവഹേളിക്കില്ല. കാരണം ഇത് ശാസ്ത്രീയമായിട്ട് ടാക്കിൾ ചെയ്യേണ്ട ഒന്നാണെന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് അറിയാം. അന്നേ അറിയാമായിരുന്നു. അന്ന് ഈ ശൈലജ ടീച്ചറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേരളം മുഴുവൻ നിപ്പ ബാധിച്ച് തീർന്നേനെ. എന്തായാലും ഇനി നിങ്ങൾ ശൈലജ ടീച്ചറെ കേൾക്കണം. എല്ലാവരോടും മാത്രമായിട്ടാണ്. പല ആൾക്കാരും മറന്നുപോയിണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നത് ശൈലജ ടീച്ചർ അല്ലാതെ വേറൊരാൾ നമുക്ക് പറഞ്ഞു തരാനില്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വലതുപക്ഷത്തു നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്ന് ഒരാളുടെ പോലും ഒരു നല്ല ടോക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് കാണിച്ചു തരാനില്ല. അതൊരു പരാജയമാണ് എന്ന്, എന്റെ പരാജയമാണെന്ന് എന്നെ കൂട്ടിക്കോളൂ കേട്ടോ. രോഗബാധ പടരുന്നത് പനി റിപ്പോർട്ട് കേരളത്തിൽ നിപ്പ വൈറസ് മൂലമുണ്ടാകുന്ന പ്രത്യേകതരം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇടപെട്ടാൽ നമുക്ക് ഈ രോഗബാധ പടരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും. ആരോഗ്യവകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിക്കുകയാണെങ്കിൽ രോഗപകർച്ച ഒഴിവാക്കാൻ കഴിയും. വായുവിലൂടെ പകരുന്ന അസുഖമല്ലാത്തതുകൊണ്ട് തന്നെ രോഗപകർച്ച നിയന്ത്രിക്കുന്നതിന് നാം ശ്രദ്ധിച്ചാൽ സാധിക്കും. പരിഭ്രാന്തി ഒഴിവാക്കി നിതാന്തമായ ജാഗ്രതയോടുകൂടി നിൽക്കുക. ഈ രോഗത്തെ തടയാൻ ആരോഗ്യവകുപ്പ് എല്ലാ സന്നാഹങ്ങളോടെയും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് രോഗം പടരുന്നത് തടയാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ, അന്ന് വളരെ കൃത്യമായിട്ട് ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്ന ഒരു പേജിൽ വന്ന ഒരു വീഡിയോ ആണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാവരും വളരെ വൃത്തിയായിട്ട് ഇതിനെ ജാഗ്രതയോട് കൂടിയിരിക്കണം, പരിഭ്രാന്തി വേണ്ട എന്ന നിലയ്ക്കൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം മാത്രമാണ് ഉണ്ടാവുക. സോറി, ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അല്ല കാണിക്കുന്നത്. 8 വർഷം മുമ്പത്തെ, ഒരു 7 വർഷം മുമ്പത്തെ ഒരു ആരോഗ്യമന്ത്രിയാണ്. അത് കെ ശൈലജ ടീച്ചറായിരുന്നു. അവരല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു മാതൃകയില്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്നോട് ക്ഷമിക്കൂ. അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസം കോർ കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് മീഡിയയോട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിൽ രാവിലെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു പേഷ്യൻ്റാണ് കൺഫേംഡ് ആയിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു പേഷ്യൻ്റ് തന്നെയാണ് കൺഫേംഡ് ആയിട്ടുള്ളത്. ആ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യനില ഇപ്പോൾ അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർ കോർ കമ്മിറ്റി മീറ്റിങ്ങിന് വന്നിരുന്നു. അപ്പോൾ സ്റ്റേബിളാണ് എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എന്നാൽ ഫുള്ളി റിക്കവേർഡൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഒരു പിറകോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. അത്രയും ആശ്വാസം നമുക്ക് ആ കാര്യത്തിലുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഈ പേഷ്യൻറ്റുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ആളുകളുടെ കോണ്ടാക്ട് ട്രേസിംഗ് ഇനിയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ മുതലാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇതിനെ എന്താ പറയുക ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, പൊതുജനങ്ങൾ എന്തൊക്കെ ചെയ്യണം, അത് ഇവർ പറയുന്നുണ്ട് കേട്ടോ. നടക്കുകയാണ്. അപ്പോൾ കോണ്ടാക്ട് ട്രേസിന്റെ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. അത് ആരോഗ്യവകുപ്പ് സെക്രട്ടറി നിങ്ങളോട് പറയും. ഇപ്പൊ എല്ലാം ചേർന്നിട്ട് ഒരു 311 പേരുടെ ഒരു ലിസ്റ്റാണ് കോണ്ടാക്ട് ട്രേസിങ്ങിന് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, അതുപോലെ മറ്റു രീതിയിലുള്ള കോണ്ടാക്റ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിലെ കുട്ടിയുടെ കൂടെ പിന്നെ പഠിച്ചിട്ടുള്ളവർ, ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിട്ടുള്ളവർ, അതൊക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനിടയായിട്ടുള്ളവരും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരും. ഇന്നത്തെ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ രാവിലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പേഷ്യന്റ് പനിയായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല. ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഇത്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്നൊക്കെ രേഖപ്പെടുത്തുകയും മറ്റൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എത്ര വൃത്തിയായിട്ടാണ് ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതല്ലേ. എന്തായാലും ഞഞ്ഞ വർത്താനമൊന്നുമില്ല. വെച്ചാൽ 1-2 ഞഞ്ഞ വർത്താനം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരണോ? വളരെ എളുപ്പമല്ലേ. നമുക്ക് ഈ ഞഞ്ഞ വർത്താനൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ചില ആളുകൾ ഈ ഞഞ്ഞ വർത്താനൊക്കെ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഞഞ്ഞ വർത്താനം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഞഞ്ഞ വർത്തമാനം ഇതാണ്. ഇവിടെ 2 രക്ഷിതാക്കളെ പ്രത്യേകം ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട് അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ, പക്ഷേ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പർക്കത്തിലൂടെ രോഗം പകരുന്ന സംശയം വന്നിട്ടുണ്ട്. വേറെ കാര്യം കൂടി ഉണ്ട്. ഇത് ആരോഗ്യ വകുപ്പ് മാത്രം നോക്കിയാൽ പോരാ, തദ്ദേശ സ്ഥാപനങ്ങളും കൂടെ സഹായിച്ചാലേ ക്ലീൻ ആക്കാൻ പറ്റൂ. എങ്ങനെയുണ്ട്?
എത്ര പെട്ടെന്നല്ലേ. ആരോഗ്യവകുപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, തദ്ദേശ വകുപ്പ് കൂടി ശ്രദ്ധിച്ചാലേ ഇതൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും. എത്ര നൈസായിട്ടാണ് എസ്കേപ്പ് ആവുന്നല്ലേ. ഇനി എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായാൽ തന്നെ പറയാലോ, ഞാൻ മുന്നേ തന്നെ പറഞ്ഞില്ലേ ഇത് തദ്ദേശ വകുപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എല്ലാവരും കൂടി ശ്രദ്ധിക്കണമെന്ന്. അതുകൊണ്ട് എൻ്റെ നെഞ്ചത്തേക്ക് ഈ കേസൊന്നും ഇടണ്ടാട്ട എന്ന് പറയുന്ന ഒരു ടീമാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ ഒരു സാധനം കൂടി നിങ്ങൾക്ക് തരാം, അത് ഭയങ്കര രസകരമാണ്. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചൊരു PG വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചത്, അവിടെ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങള് എല്ലാ മെഡിക്കൽ കോളേജുകളും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതിന്റെ ഒരു തുടക്കം പദ്ധതി ഉണ്ടായിരുന്നു. ആ തുടക്കം പദ്ധതിയിൽ ആ മെഡിക്കൽ കോളേജിലെ കാടുകളൊക്കെ വെട്ടിത്തെളിയിച്ചപ്പോൾ ഒരു പാമ്പ് രക്ഷപ്പെട്ട് ഒരു കാറിന്റെ ടയറിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ PG വിദ്യാർത്ഥിനി വന്ന് കാറിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ മേത്ത് ചവിട്ടി. പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചു കൊത്തുമല്ലോ, അങ്ങനെ കൊത്തിയതാണ് സാർ. അല്ലാതെ അങ്ങ് ഉദ്ദേശിച്ച പോലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. എങ്ങനെയുണ്ട്? പോരെ? ഇനി വേണോ? ഇനി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി തരാം. അത് ഭയങ്കര രസകരമാണ്, ഭയങ്കര 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 രസകരമാണ്. അതായത് ഈ കേരളത്തിൽ ഈ അസുഖങ്ങളൊക്കെ ഈ എന്താ പറയുക, ആരോഗ്യ ചികിത്സയുടെ ഭാഗമായിട്ട് ചില പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനും ഗംഭീരമായിട്ടുള്ള ഉത്തരമാണുള്ളത്. കേൾക്കണം കേട്ടോ. ഈ സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ മാറി, സിറ്റുവേഷൻ മാറി, അതോടൊപ്പം രോഗികളുടെ എണ്ണവും കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്ക് ഇപ്പോഴുള്ള ആ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ ജോലി ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇടയ്ക്ക് ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചികിത്സ വഴുതെന്നൊക്കെ പറയുന്നത്. പക്ഷെ എങ്കിലും പരമാവധി പോരെ. ഇതുപോലെ ഒരു സിസ്റ്റത്തില് അകത്തുള്ള തീർക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തദ്ദേശ ഭരണത്തിനും നമ്മൾ പത്രക്കാർക്കും ഒക്കെ അവരൊക്കെ നെഞ്ചത്തേക്ക് ഇദ്ദേഹം അങ്ങോട്ട് ഇട്ട് കളയും, രക്ഷപ്പെട്ട് കളയും. എന്നാൽ ശൈലജ ടീച്ചർ അങ്ങനെ അല്ലായിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ മിതമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ നോക്കി നടത്തി തുടച്ചു നീക്കുമായിരുന്നു. വേണമെങ്കിൽ ഇനിയും കേൾക്കാം. നിപ വൈറസിൽ ശക്തമായ നിരീക്ഷണം തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. RCCയുടെ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും 1000-ഓളം പേർ നിരീക്ഷണത്തിലാണെന്നും നിപ വൈറസ് 2ാം ഘട്ടം പ്രതീക്ഷിച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു. കുറെ നല്ല രീതിയിൽ തന്നെ നേരിട്ടു. 1ാം ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യാമായിരുന്ന ഒരു വലിയ ആക്രമണമാണ് നിപ വൈറസിൻ്റെത് ഉണ്ടായിരുന്നത്. പക്ഷേ 2ാമത്തെ ഡെത്തിൽ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. നിപ വൈറസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് എല്ലാ പ്രിക്കോഷനും സ്വീകരിക്കാൻ കഴിഞ്ഞു, ശക്തമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു. അതുവഴി ഒരുപാട് ആളുകളിലേക്ക് പകർന്നു ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു. പക്ഷെ ആ സമയത്തും കണ്ടില്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിപ വൈറസ് 2ാം തവണ വന്നപ്പോൾ കൃത്യമായിട്ട് അവിടെ വിട്ടു എന്നുള്ളതാണ്. ഇതിപ്പോ 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5ാമത്തെ 6ാമത്തെ തവണയായിട്ടാണ് നിപ വൈറസ് ഇപ്പോൾ കോഴിക്കോട് വീണ്ടും വന്നിരിക്കുന്നത്. അന്ന് ചെയ്ത അതേപോലെ തന്നെ ശക്തമായിട്ട് ഇടപെടാൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പോഴും ശൈലജ ടീച്ചർ ആ സിസ്റ്റം ഇപ്പോഴും പ്രാവർത്തികമായിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ അത് നടത്താൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറെ പോലെ ആർജവമുള്ള ഒരാൾ ആരോഗ്യമന്ത്രി എന്ന സ്ഥാനത്ത് ഉണ്ട് എങ്കിൽ വളരെ വൃത്തിയായിട്ട് ഇതൊക്കെ നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മന്ത്രിമാരില്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ഒരു നേതാവ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഹുദാഹവ പറഞ്ഞെന്നുള്ളൂ. എൻ്റെ വീഡിയോയിൽ മിക്കതും ഞാൻ പറഞ്ഞത് ശൈലജ ടീച്ചറെ മാത്രമാണ്. അവരല്ലാതെ വേറെ ഒരു ആള് നമ്മുടെ മുമ്പിൽ മാതൃകയില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഇടതുപക്ഷമല്ലാതെ ഇടതുപക്ഷത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് നിരീക്ഷിക്കുന്ന, അല്ലാതെ എന്തെങ്കിലും അസുഖം വന്നോ എന്തെങ്കിലും പ്രശ്നം വന്നോ അപ്പം തന്നെ ഏതെങ്കിലും ദൈവങ്ങളെ നടയിൽ പോയിട്ട് തപസ്സിരിക്കുന്ന ആളുകളല്ല, അതിനെ ശാസ്ത്രീയമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഒന്നുകൂടി എങ്ങനെ ചുമ്മാ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. വേറൊന്നും വിചാരിക്കരുത്. അപ്പം ഞാൻ ഈ ഒരു നിമിഷത്തേക്ക് വിട വാങ്ങട്ടെ. വീണ്ടും അടുത്ത 1-2 മണിക്കൂറിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.